എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ മനോഹരവും എന്നാൽ കുറച്ച് ചിന്തിപ്പിക്കുന്നതുമായൊരു കവിതയാണ്. സിൽവിയ പ്ലാത്ത് എന്ന പ്രശസ്തിയായൊരു അമേരിക്കൻ കവയത്രി എഴുതിയ മിറർ അഥവാ കണ്ണാടി. എല്ലാവരും ദിവസവും കണ്ണാടി നോക്കുന്നവരല്ലേ? നമ്മൾ എന്തിനാ കണ്ണാടി നോക്കുന്നത്? ഭംഗിയായിട്ടുണ്ടോ എന്നറിയാൻ, മുടി ചീകാൻ, ഒരുങ്ങാൻ അല്ലേ? എന്നാൽ ഈ കവിതയിലെ കണ്ണാടിക്ക് നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കവിതയിൽ സംസാരിക്കുന്നത് കണ്ണാടി തന്നെയാണ്. അതെ, എ മിറർ ഈസ് ദ സ്പീക്കർ. നമുക്ക് നോക്കാം ആ കണ്ണാടിക്ക് എന്താണ് പറയാനുള്ളതെന്ന്. കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഐ ആം സിൽവർ ആൻഡ് എക്സാക്ട്. ഐ ഹാവ് നോ പ്രീകൺസെപ്ഷൻസ്. ഞാൻ വെള്ളി വെളിച്ചം പോലെ തിളക്കമുള്ളതും വളരെ കൃത്യതയുള്ളതുമാണ്. എനിക്ക് മുൻവിധികളില്ല. എന്താണ് ഈ മുൻവിധി, പ്രീകൺസെപ്ഷൻ എന്ന് വെച്ചാൽ? ഒരാളെ കാണുമ്പോൾ തന്നെ അയാൾ നല്ലവനാണ്, അല്ലെങ്കിൽ ചീത്തയാണ്, സുന്ദരനാണ്, അല്ല എന്നൊക്കെ നമ്മൾ മനസ്സിലോർക്കില്ലേ? അത്തരമൊരു ചിന്തയും ഈ കണ്ണാടിക്കില്ല. കണ്ണാടി തുടർന്നു പറയുന്നു: വാട്ട് എവർ ഐ സീ ഐ സ്വാലോ ഇമ്മീഡിയറ്റ്ലി, ജസ്റ്റ് ആസ് ഇറ്റ് ഈസ്, അൺമിസ്റ്റഡ് ബൈ ലവ് ഓർ ഡിസ്ലൈക്ക്. ഞാൻ എന്ത് കാണുന്നുവോ അതപ്പടി വിഴുങ്ങുന്നു. സ്നേഹത്തിന്റെയോ വെറുപ്പിന്റെയോ ഒരു മൂടൽമഞ്ഞുമില്ലാതെ എങ്ങനെയാണോ അത് അതുപോലെ തന്നെ. അതായത് കണ്ണാടിയുടെ മുന്നിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി നിന്നാലും അല്ലെങ്കിൽ പ്രായമായ ഒരു സ്ത്രീ നിന്നാലും കണ്ണാടിക്ക് ഒരുപോലെയാണ്. അതിന് ആരോടും പ്രത്യേക ഇഷ്ടമോ വെറുപ്പോ ഇല്ല. അത് കാണുന്ന സത്യം അതുപോലെ പ്രതിഫലിപ്പിക്കും. അതുകൊണ്ടുതന്നെ കണ്ണാടി പറയുന്നു: ഐ ആം നോട്ട് ക്രൂവൽ, ഓൺലി ട്രൂത്ത്ഫുൾ. ഞാനൊരു ക്രൂരനല്ല, ഞാൻ സത്യസന്ധൻ മാത്രമാണ്. ചിലപ്പോൾ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നാറില്ലേ? അയ്യോ, മുഖത്തൊരു കുരു വന്നല്ലോ, അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ ഓർത്ത്. അപ്പോൾ നമുക്ക് കണ്ണാടിയോട് ദേഷ്യം തോന്നാം. പക്ഷേ കണ്ണാടി പറയുകയാണ്: ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഞാൻ സത്യം കാണിക്കുന്നു എന്ന് മാത്രം. പിന്നീട് കണ്ണാടി സ്വയം വിശേഷിപ്പിക്കുന്നത് കേൾക്കൂ: ദ ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ് ഫോർ കോർണേഡ്. 4 മൂലകളുള്ള ഒരു ചെറിയ ദൈവത്തിന്റെ കണ്ണ്. എന്തിനായിരിക്കും കണ്ണാടി അങ്ങനെ പറഞ്ഞത്? ഒരു ദൈവത്തെപ്പോലെ കണ്ണാടിയും പക്ഷപാതമില്ലാതെ, വികാരങ്ങളില്ലാതെ എല്ലാം കാണുന്നു, സത്യം മാത്രം കാണുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു താരതമ്യം. കൂടുതൽ സമയവും ഞാൻ എന്റെ എതിർവശത്തുള്ള ചുമരിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ മെഡിറ്റേറ്റ് ഓൺ ദ ഓപ്പോസിറ്റ് വാൾ. ആ ചുമരിന് പിങ്ക് നിറമാണ്, അതിൽ ചെറിയ കുത്തുകളുണ്ട്. ഒരുപാട് കാലം അതിനെ നോക്കിയിരുന്നതുകൊണ്ട് ഇപ്പോൾ ആ ചുമരിന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ ചുമരിന്റെ കാഴ്ച ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നു. മുഖങ്ങളും ഇരുട്ടും ഞങ്ങളിൽ വീണ്ടും വീണ്ടും വേർപെടുത്തുന്നു. ആളുകൾ വന്ന് കണ്ണാടിയിൽ നോക്കുമ്പോഴും രാത്രിയാകുമ്പോഴും കണ്ണാടിക്ക് ആ ചുമരിനെ കാണാൻ പറ്റില്ല. ഇനി കവിതയുടെ 2ാം ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇവിടെ കണ്ണാടി സ്വയം മാറുകയാണ്. നൗ ഐ ആം എ ലേക്ക്. ഇപ്പോൾ ഞാനൊരു തടാകമാണ്. എന്തുകൊണ്ടാണ് കണ്ണാടി ഒരു തടാകമായി മാറിയത്? കണ്ണാടിയെപ്പോലെ തന്നെ ഒരു തടാകവും അതിന്റെ ഉപരിതലത്തിൽ പ്രതിഫലനങ്ങൾ കാണിക്കുമല്ലോ. ഒരു സ്ത്രീ എന്റെ മുകളിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. എ വുമൻ ബെൻസ് ഓവർ മീ. അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് എന്റെ ആഴങ്ങളിൽ തിരയുന്നു. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ രൂപം മാത്രമല്ല കാണുന്നത്, അല്ലേ? നമ്മൾ ആരാണെന്നും നമ്മുടെ ഉള്ളിൽ എന്താണെന്നും നമ്മൾ ചിന്തിക്കാറുണ്ട്. അതുപോലെ ഈ സ്ത്രീയും ആ തടാകത്തിൽ തന്റെ യഥാർത്ഥ രൂപം തിരയുകയാണ്. പക്ഷേ ആ സത്യം കണ്ടിട്ട് അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവർ ആ കള്ളന്മാരുടെ അടുത്തേക്ക് തിരിയുന്നു, മെഴുകുതിരികളുടെയും ചന്ദ്രന്റെയും. ദെൻ ഷീ ടേൺസ് ടു ദോസ് ലയേഴ്സ്, ദ കാൻഡിൽസ് ഓർ ദ മൂൺ. എന്തിനാണ് മെഴുകുതിരികളെയും ചന്ദ്രനെയും കള്ളന്മാരെന്ന് വിളിച്ചത്? കാരണം മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചത്തിലും ചന്ദ്രന്റെ നിലാവിലും നമ്മുടെ കുറവുകളൊന്നും വ്യക്തമായി കാണില്ല. മുഖത്തെ ചുളിവുകളോ പാടുകളോ ഒന്നും കാണില്ല. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണാൻ കൂടുതൽ ഇഷ്ടം തോന്നും. പക്ഷെ അത് സത്യമല്ലല്ലോ. അതുകൊണ്ടാണ് കണ്ണാടി അവരെ കള്ളന്മാരെന്ന് വിളിക്കുന്നത്. കണ്ണാടി പക്ഷെ അങ്ങനെയല്ല. അത് പകൽ വെളിച്ചത്തിൽ എല്ലാ സത്യങ്ങളും കാണിച്ചു തരും. അതൊക്കെയാണെങ്കിലും കണ്ണാടി പറയുന്നു: ഐ ആം ഇമ്പോർട്ടന്റ് ടു ഹർ. ഞാൻ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണല്ലോ അവർ എന്നും വന്ന് നോക്കുന്നത്. ഷീ കംസ് ആൻഡ് ഗോസ്. അവർ വന്നും പോയുമിരിക്കും. എല്ലാ ദിവസവും രാവിലെ ഇരുട്ടിനെ മാറ്റി അവിടെ വരുന്നത് അവരുടെ മുഖമാണ്. ഈച്ച് മോർണിംഗ് ഇറ്റ് ഈസ് ഹർ ഫേസ് ദാറ്റ് റീപ്ലേസസ് ദ ഡാർക്ക്നെസ്. രാത്രിയുടെ ഇരുട്ടുമാറ്റി ഒരു ദിവസത്തെ വെളിച്ചത്തിലേക്ക് അവരെ ഉണർത്തുന്നത് ഈ കണ്ണാടിയിലെ പ്രതിബിംബമാണ്. ഇനി പറയുന്ന വരികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇൻ മീ ഷീ ഹാസ് ഡ്രൗൺഡ് എ യങ് ഗേൾ, ആൻഡ് ഇൻ മീ
An old woman rises to her day after day like a terrible fish. എന്നിൽ അവളൊരു യുവതിയെ മുക്കിക്കൊന്നു. എന്നിൽ നിന്നൊരു വൃദ്ധ ഭയാനകമായ ഒരു മീനിനെപ്പോലെ ദിവസവും അവൾക്ക് നേരെ ഉയർന്നുവരുന്നു. എന്താണിതിനർത്ഥം? വർഷങ്ങളായി ഈ സ്ത്രീ കണ്ണാടിയിൽ നോക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ ചെറുപ്പകാലത്തെ സൗന്ദര്യം മാഞ്ഞുപോകുന്നത് അവർ കാണുന്നു. അവരുടെ യുവത്വം എന്നേക്കുമായി ആ കണ്ണാടിയിൽ മുങ്ങിപ്പോയിരിക്കുന്നു. പകരം ഓരോ ദിവസവും അവർ കാണുന്നത് പ്രായം കൂടിവരുന്ന ചുളിവുകൾ വീണ തന്റെ മുഖമാണ്. ആ കാഴ്ച അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ വൃദ്ധയെ ഒരു ഭയാനകമായ മീനിനോട് ഉപമിച്ചിരിക്കുന്നത്, ടെറിബിൾ ഫിഷ്. പ്രായമാകുന്നതിനെ അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാലം എത്ര ക്രൂരമായാണ് നമ്മളെ മാറ്റുന്നതെന്ന് ഈ കവിത കാണിച്ചു തരുന്നു. അപ്പോൾ ഈ കവിതയിലൂടെ സിൽവിയ പ്ലാത്ത് എന്തെല്ലാമാണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? 1. സത്യം. കണ്ണാടി എപ്പോഴും സത്യം പറയുന്നു. പക്ഷെ മനുഷ്യർക്ക് ആ സത്യം എപ്പോഴും അംഗീകരിക്കാൻ കഴിയില്ല. 2. വ്യക്തിത്വം, ഐഡന്റിറ്റി. നമ്മൾ ആരാണ്? കണ്ണാടിയിൽ കാണുന്ന രൂപമാണോ നമ്മൾ, അതോ അതിനപ്പുറം മറ്റെന്തെങ്കിലുമാണോ? 3. കാലത്തിന്റെ ഒഴുക്കും വാർദ്ധക്യവും. കാലം മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ രൂപത്തിൽ വരുന്ന മാറ്റങ്ങളെയും അത് നമ്മളിലുണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങളെയും കുറിച്ചാണ് ഈ കവിത പ്രധാനമായും സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും ആ സ്ത്രീയെപ്പോലെയാണ്. നമുക്ക് നമ്മുടെ കുറവുകളെ കാണാൻ ഇഷ്ടമല്ല. നമ്മൾ എപ്പോഴും ചെറുപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ കാലം ആരെയും കാത്തുനിൽക്കില്ല. ഈ സത്യത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത് എന്ന് കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കണ്ണാടി കാണിക്കുന്ന പുറമേയുള്ള രൂപത്തിനപ്പുറം നമ്മുടെ ഉള്ളിലെ നന്മയാണ് യഥാർത്ഥ സൗന്ദര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലേ കൂട്ടുകാരെ? ചിരിക്കുന്നു. ഇതാണ് മിറർ എന്ന കവിതയുടെ ആശയം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിൽവിയ പ്ലാത്തിന്റെ കവിതകൾ എപ്പോഴും ഇങ്ങനെയാണ്, നമ്മളെക്കൊണ്ട് ഒരുപാട് ചിന്തിപ്പിക്കും. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8000606333 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.